തൃശൂർ കുതിരാൻ ഇരട്ട തുരങ്കത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ തുരങ്കമുഖത്ത് നേരിയ തോതിൽ മണ്ണിടിച്ചിൽ. തുരങ്കമുഖത്തിന് മുകളിലായാണ് മണ്ണിടിച്ചിലുണ്ടായത്. സ്ഥലത്ത് ദേശീയപാത അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി ഒ.ജെ. ജനീഷും കെ രാജൻ എം.എൽ.എയും ജില്ലാ കളക്ടറും വ്യക്തമാക്കി. കുതിരാൻ തുരങ്കത്തിന്റെ മുകളിൽ 2 ഭാഗങ്ങളിലായിട്ടാണ് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞിട്ടുള്ളത്. മഴ തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയിലാണ് കുതിരാൻ തുരങ്കം. തുരങ്കത്തിന്റെ മുകൾ ഭാഗത്ത് 2 ഇടത്താണ് മണ്ണിടിഞ്ഞത്. ഹൈവേ കൺട്രോൾ റൂമിലെ പട്രോളിംഗ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കൂടുതൽ പരിശോധനകൾ നടത്തിവരികയാണെന്നും മന്ത്രി ഒ.ജെ. ജനീഷും കെ രാജൻ എം.എൽ.എയും ജില്ലാ കളക്ടറും അറിയിച്ചു. കുതിരാൻ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തുള്ള വനപ്രദേശത്ത് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആദ്യഘട്ട പരിശോധന നടത്തിയിട്ടുണ്ട്. തുരങ്കത്തിന്റെ മുകൾ തട്ടിൽ എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽപ്പുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനു വേണ്ടിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിൽ പരിശോധന നടത്തിയത്. തുരങ്കത്തിന് മുകൾ ഭാഗത്തുള്ള വനത്തിലെ വിവിധ ദൃശ്യങ്ങൾ വനംവകുപ്പ് പകർത്തിയിട്ടുണ്ട്. ഇതും പരിശോധനാ വിധേയമാക്കും. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘവും സ്ഥലത്ത് പരിശോധന നടത്തും. ദേശീയപാത അതോറിറ്റിയുടെയും തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘത്തിന്റെയും പരിശോധനയിൽ എന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടാൽ തുരങ്കത്തിൽ ഗതാഗത നിയന്ത്രണം അടക്കം നടപ്പിലാക്കാനാണ് ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ പഴയ കുതിരാൻ ദേശീയപാത തുറക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്കും അധികൃതർ കടക്കും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.